അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ആയത്തിൽ അള്ളാഹു ഇസ്രായേല്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുവാൻ മൂസാ നബിയോട് അള്ളാഹു പറയുന്നതായി പറഞ്ഞിരുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിച്ചിട്ടും ചെങ്കടൽ കടന്ന് സീനാ മരുഭൂമിയിൽ കഴിയുന്ന സന്ദർഭത്തിൽ മൂസാ നബിയെ ധിക്കരിച്ചുകൊണ്ട് ഇസ്രായേല്യർ ദുർമാർഗത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ മൂസാ നബി അവർക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് അവരെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്ന് പഠിക്കുന്ന 6-ാമത്തെ ആയത്തിലുള്ളത്. ആ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ ഖുർആനിൽ വിവിധ സന്ദർഭങ്ങളിൽ ആവർത്തിക്കുന്നുണ്ട്. നാം പഠിച്ചു കഴിഞ്ഞ സൂറത്തുൽ ആറാഫിൽ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി വരാനിരിക്കുന്ന പല സൂറത്തുകളിലും അവർ മരുഭൂമിയിൽ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. മൂസാ നബിയുടെ ചരിത്രമാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഖുർആനിൽ കൂടുതൽ തവണ ആവർത്തിച്ച് വന്നിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഖുർആനിൽ കൂടുതൽ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള പേരും മൂസാ നബിയുടേത് തന്നെയാണ്. മൂസാ നബി അലൈഹി സ്വലാമയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പ്രബോധന പ്രവർത്തനങ്ങളിൽ അവർ അനുഭവിച്ച സാഹചര്യങ്ങളിൽ കൂടുതൽ സമാനതകൾ ഉള്ളതുകൊണ്ടുകൂടിയാവാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സത്യവിശ്വാസികൾക്കും വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിനു വേണ്ടി മൂസാ നബിയുടെ ചരിത്രം മറ്റു പ്രവാചകന്മാരുടേതിനേക്കാൾ കൂടുതൽ ഖുർആനിൽ വിശദമായി പരാമർശിക്കുന്നത്. ഏതായാലും ഇന്ന് പഠിക്കുന്ന 6-ാമത്തെ ആയത്തിൽ ഇസ്രായേല്യർ കടന്നു വന്ന വഴികളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമാണ് പറയുന്നത്. വഇദ് ഖാല മൂസ ലി ഖൗമിഹി, മൂസ തൻ്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം. ഉദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക. ബനു ഇസ്രായേല്യരെ എന്ന് നേരിട്ട് വിളിച്ചുകൊണ്ടും ഇവിടെ പറഞ്ഞ പോലെ മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറയുന്നതായി പറഞ്ഞുകൊണ്ടും ഈ വാചകം ഖുർആനിൽ ധാരാളമായി ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേല്യരെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർക്കുക എന്ന വാചകം. ഇതിങ്ങനെ ആവർത്തിച്ചു വന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, ഒന്ന്, അള്ളാഹു അവരെ ധാരാളമായി അനുഗ്രഹിച്ചിരുന്നു എന്നത് തന്നെയാണ്. രണ്ടാമത്തേത്, ആ അനുഗ്രഹങ്ങളൊക്കെ നൽകിയിട്ടും അവർ അള്ളാഹുവിനെ വീണ്ടും വീണ്ടും ധിക്കരിച്ചു കൊണ്ടിരുന്നു എന്നതാണ്. മൂന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ഇസ്രായേല്യരുടെ പിൻഗാമികളായ ജൂതന്മാർ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങൾ മറന്ന് ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന കാലത്താണ് ഈ ചരിത്ര സംഭവങ്ങൾ ഖുർആൻ വിവരിക്കുന്നത് എന്നതുകൂടിയാണ്. എന്തൊക്കെയാണ് അവർക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളായിക്കൊണ്ട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്? ഇത് അഞ്ചാക്കും മിന്നാലി ഫിർഔന്മാരിൽ നിന്ന്, അല്ലെങ്കിൽ ഫിർഔന്റെ ആളുകളിൽ നിന്ന് അള്ളാഹു നിങ്ങളെ രക്ഷിച്ച സന്ദർഭം. ഫിർഔന്റെ അടിമത്വത്തിൽ നിന്നും കിരാതമായ പീഡനങ്ങളിൽ നിന്നും ഇസ്രായേല്യരെ അള്ളാഹു മോചിപ്പിച്ചത് വലിയ അനുഗ്രഹമായിരുന്നു. യസുമ്മൂനക്കും സു അൽ അദാബ്, അവർ നിങ്ങളെ ഹീനമായ നിന്ദ്യമായ ശിക്ഷ അനുഭവിപ്പിച്ച സന്ദർഭത്തിൽ. യൂസുഫ് നബി ഈജിപ്ത് ഭരിച്ച കാലം മുതൽ കുറെ കാലം ഇസ്രായേല്യർക്ക് ഈജിപ്തിൽ ഉയർന്ന സ്ഥാനവും അംഗീകാരവും ഉണ്ടായിരുന്നു. എന്നാൽ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇസ്രായേല്യരുടെ തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ അവർക്ക് ഈജിപ്തിൽ അധികാരം നഷ്ടപ്പെടുകയും ഈജിപ്തുകാരായിട്ടുള്ള ഫറോവമാർ ഈജിപ്തിൽ അധികാരത്തിൽ വരികയും ചെയ്തതോടുകൂടി ഇസ്രായേല്യർക്ക് കഷ്ടകാലം തുടങ്ങി. അവരെ ഫറോവമാർ അടിമകളാക്കി നിന്ദ്യമായി ജോലി ചെയ്യിച്ചുകൊണ്ടും ശിക്ഷിച്ചുകൊണ്ടും പീഡിപ്പിച്ചു. വയുദബ്ബിഹൂന അബ്നാഅക്കും, നിങ്ങളുടെ ആൺമക്കളെ അവർ അറുകൊല ചെയ്യുകയും ചെയ്തു. ഇസ്രായേല്യർ ഇനി ഒരിക്കലും ശക്തിപ്പെടുകയോ അധികാരത്തിൽ വരികയോ ഒരു ശക്തമായ സമൂഹമായി നിലനിൽക്കുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി അവരെ വംശീയമായി ഉന്മൂലനം ചെയ്യുവാൻ ഫറോവമാർ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേല്യർക്ക് ആൺകുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ കൊന്നുകളയുകയായിരുന്നു ഫറോവമാർ. ഇന്ന് ഫലസ്തീനിലെ ഗസയിൽ കുഞ്ഞുങ്ങളെ അടക്കം കൊന്നുകളയുന്നതിലൂടെ മുസ്ലിങ്ങളുടെ വളർച്ച ഇല്ലാതാക്കി വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. മറ്റു പല സ്ഥലങ്ങളിലും ആസൂത്രിതമായി കലാപാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ വംശഹത്യ നടത്താൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വയസ്തഹിയൂന നിസാഅക്കും, നിങ്ങളുടെ സ്ത്രീകളെ ജീവിക്കാൻ വിടുകയും ചെയ്തു അവർ. ഇസ്രായേല്യരിലെ സ്ത്രീകളെ മാത്രം ഫറോവമാർ ജീവിക്കാൻ വിട്ടു.
സ്ത്രീകളെ മാത്രം ജീവിക്കാൻ വിട്ടതിലൂടെ ബനൂ ഇസ്രായേല്യരല്ലാത്ത പുരുഷന്മാർക്ക് ഈ സ്ത്രീകളെ യഥേഷ്ടം ഉപയോഗിക്കാം, വെപ്പാട്ടികളാക്കാം, പരിചാരകരാക്കാം, അവിഹിതമായി അവരെ ഗർഭിണികളാക്കി ജാരസന്തതികളെയും ഇസ്രായേല്യരല്ലാത്ത മക്കളെയും ഉണ്ടാക്കാം തുടങ്ങിയ നീചമായ ഉദ്ദേശങ്ങളായിരുന്നു ഫിർഔനും കൂട്ടർക്കും ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തും മുസ്ലിം സ്ത്രീകളെ കുപ്രസിദ്ധമായ പല ജയിലുകളിലുമായി പീഡിപ്പിച്ച് ജാരസന്തതികൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളുണ്ട്. കലാപങ്ങൾ സൃഷ്ടിച്ച് മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗങ്ങൾക്ക് വിധേയരാക്കി മറ്റുള്ളവരുടെ കുട്ടികളെ പ്രസവിപ്പിക്കാൻ വേണ്ടി നീചമായ പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ട്. ഒഫീ ദാലിക്കും ബലാഉം മിർ റബ്ബിക്കും അലീം, ഇതിൽ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്കുള്ള വലിയ പരീക്ഷണമുണ്ട്, ഭയങ്കരമായ പരീക്ഷണമുണ്ട്. ഇത്രയധികം പീഡനങ്ങൾ ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷപ്പെടുത്തി വലിയ തോതിൽ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചതിൽ നിങ്ങൾക്ക് വലിയ പാഠങ്ങളുണ്ട്. അതായത് അതിഭയങ്കരമായ പരീക്ഷണാവസ്ഥയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവൻ നിങ്ങളെ രക്ഷപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് നന്ദിയുള്ളവരായി ക്ഷമാലുക്കളായിക്കൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നാണ് അവരെ ഉത്ബോധിപ്പിക്കുന്നത്. ഇസ്രായേലർക്ക് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന സത്യവിശ്വാസികൾക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷ നൽകുന്ന പാഠങ്ങൾ ഇതിലുണ്ട്. ഇന്നത്തെ കാലത്തടക്കമുള്ള സത്യവിശ്വാസികൾക്കൊക്കെയും ശത്രുക്കളുടെ പീഡനങ്ങളിൽ നിന്ന് മോചനം ലഭിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയുടെ പാഠങ്ങൾ ഇതിലുണ്ട് എന്നുകൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ക്ഷമയോടെ നന്ദിയുള്ളവരായി നിലകൊള്ളുകയാണെങ്കിൽ മാത്രമാണ് ഈ അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്നുകൂടി മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.